നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ മന്ത്രി വീതം വെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി വിഭജനമല്ല, മന്ത്രിമാർക്കുള്ള വീതം വെപ്പ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഏതൊക്കെ വകുപ്പുകൾ കൊടുക്കണം എന്നുള്ള കാര്യത്തിലാണ്. അതിൽ ലീഗിന് ആണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം 5 മന്ത്രിമാർ എന്ന് പറയുന്ന ഒരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. 5 മന്ത്രിമാരെ കൂടാതെ ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിലേക്ക് മുനീർ സാഹിബിനെ പരിഗണിക്കണം എന്ന് പറയുന്ന ഒരു ആവശ്യം കൂടി ലീഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ക്യാബിനറ്റ് പദവികൾ നോക്കുമ്പോൾ 6 ക്യാബിനറ്റ് പദവികൾ മുസ്ലിം ലീഗിന് സ്വന്തമായി ലഭിക്കും എന്നുള്ളതാണ്. ഇതിൽ ലീഗ് ആവശ്യപ്പെടുന്ന വകുപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വിദ്യാഭ്യാസ വകുപ്പാണ്, പിന്നൊന്ന് പൊതുമരാമത്ത് വകുപ്പും, അതോടൊപ്പം തന്നെ കെ എം ഷാജിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് ഇപ്പോൾ കെ എം ഷാജിയെ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം പരിഗണിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ കെ എം ഷാജി അല്ലെങ്കിൽ അവിടെ ഒരാൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പും പിന്നീട് ന്യൂനപക്ഷ പ്രവാസി കാര്യം തുടങ്ങിയ വകുപ്പുകളും വ്യവസായ വകുപ്പും ഒക്കെയാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 5 വകുപ്പുകളായി കൊടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ മന്ത്രിമാരെ തീരുമാനിക്കുകയും മന്ത്രിമാരുടെ വകുപ്പ് ഉൾപ്പെടെയാണ് മുസ്ലിം ലീഗിൻ്റെ അല്ലെ പാണക്കാട് തറവാട്ടിൽ നിന്നും ലീഗ് മന്ത്രിമാരുടെ ലിസ്റ്റ് പോയിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പിന്നീട് മുനീർ സാഹിബിനെ, അപ്പോൾ അങ്ങനെ ഒരു 5 മന്ത്രിമാർ ക്യാബിനറ്റ് പദവിയോടുകൂടി നിൽക്കുന്നു. പിന്നീട് മുനീർ സാഹിബിന് ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന ഒരു സ്ഥാനവും കൊടുക്കുന്നു. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം കാരണം ഇത്തവണ അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്തവണ ആ രീതിയിൽ ഒരു സ്ഥാനം നൽകി അദ്ദേഹത്തെ ക്യാബിനറ്റ് പദവിയോടുകൂടി മാറ്റണം, അല്ലെങ്കിൽ ക്യാബിനറ്റ് പദവിയിലേക്ക് എത്തിക്കണം എന്ന് ലീഗ് വാശി പിടിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ലീഗിൻ്റെ കാര്യം. അപ്പം ഇനി അടുത്ത ഉയർന്നു വരുന്ന ചോദ്യം, ഇപ്പോൾ ലീഗിന് ഈ പറയുന്ന ഇത്രയും സീറ്റ് കൊടുക്കേണ്ടതുണ്ടോ എന്ന് പറയുന്ന വലിയൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ലീഗിന് എന്തിനാണ് ഇത്രയും അവരാവശ്യപ്പെടുന്ന അത്രയും സീറ്റുകൾ വാരിക്കോരി കൊടുക്കേണ്ടതുണ്ടോ? നമുക്കറിയാം, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുൻപെങ്ങുമില്ലാത്ത വിധം, അതായത് ഇതിനു മുൻപോ ഇതുവരെ നമ്മൾ കേരളത്തിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഒരു ന്യൂനപക്ഷ ഏകീകരണം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുതാപരമായ ഒരു കാരണം. ഈ ന്യൂനപക്ഷ ഏകീകരണം സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മളും ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അതായത് എന്തുകൊണ്ട് സംഭവിച്ചു, ആരൊക്കെയാണ് ഈ മതന്യൂനപക്ഷത്തിൽ ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, സംഘടനാപരമായി ചിന്തിച്ചാൽ വെൽഫെയർ എന്ന് പറയുന്ന ഒരു പാർട്ടി, അതായത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ അവരുടേതായ ഒരു രാഷ്ട്രീയ ഫോർമാറ്റാണ്, രാഷ്ട്രീയ പാർട്ടിയാണ് ഈ പറയുന്ന വെൽഫെയർ പാർട്ടി. ആ വെൽഫെയർ പാർട്ടി ഈ പറയുന്ന പോലെ ഒരു വശത്തേക്ക് ഒതുങ്ങിയിരുന്നു. NDF, പോപ്പുലർ ഫ്രണ്ട്, SDPI തുടങ്ങിയ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ ഞാൻ ഇതിനു മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് പോലെ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയുടെ നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ എവിടേക്കാണ് പോയി ചേർന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമ്മുടെ മുന്നിൽ തെളിവുകളില്ലാതെ സംശയമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ ഇങ്ങനെ ഇത്രയും ഒരു വരുന്ന സംഘടനകളുടെ ഒരു ഏകീകരണം കേരളത്തിൽ സംഭവിച്ചു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം നോക്കൂ, 2016 മുൻപ് ഇവിടെ, അതായത് 10 വർഷത്തിന് മുൻപ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തിൽ ഈ പറയുന്ന മുസ്ലിം ലീഗിലെ പല ഉന്നത നേതാക്കന്മാരും, കെ എം ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് അവർ മതരാഷ്ട്രവാദികളാണെന്നും ഈ മുസ്ലിം ലീഗിനുള്ള അല്ലെങ്കിൽ നല്ല മുസ്ലിങ്ങളുടെ പ്രവർത്തനവും അല്ലെങ്കിൽ നല്ല മുസ്ലിങ്ങളുടെ ജീവിത രീതിയും ജമാഅത്തെ ഇസ്ലാമിയിൽപ്പെട്ട മുസ്ലിങ്ങളുടെ ജീവിത രീതിയും രണ്ടും രണ്ടാണ് എന്ന തരത്തിൽ അദ്ദേഹം പ്രസ്താവന ഇറക്കിയിരുന്നു. അവർ ഒരിക്കലും ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്തവരാണ് NDFകാരും അതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമിയും എന്ന് ഇതേ ഷാജി തന്നെ പല വേദിയിലും പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രസംഗം അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ സമസ്ത ഉൾപ്പെടെയുള്ള ആളുകൾ കൂടി ചേർന്ന് വന്നുകൊണ്ട് ഇവിടെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ശരിക്കും ഒരു ജനാധിപത്യ പാർട്ടി എന്നുള്ള നിലയിലേക്ക്, അല്ലെങ്കിൽ ജനാധിപത്യ സംഘം എന്നുള്ള നിലയിലേക്ക് ഉൾക്കൊള്ളാൻ മുസ്ലിം ലീഗ് പിന്നീട് തയ്യാറായി. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത്തവണ UDFന് കേരളത്തിലുണ്ടായ മിന്നും വിജയം എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, വടക്കൻ മലബാറിൽ ഉൾപ്പെടെ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വീശിയ കാറ്റുകളിൽ പലയിടങ്ങളിലും അതിശക്തമായ ഒരു കാറ്റ് മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി വീശിയിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. അതായത് പലയിടങ്ങളിലും UDF സ്ഥാനാർത്ഥികൾക്ക് നല്ല വിജയമുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം തന്നെയായിരുന്നു. അതിൽ ലീഗ് വഹിച്ച പങ്ക് ചെറുതല്ല എന്ന് കാണേണ്ടി വരും. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞ ക്ലീൻ സ്വീപ്പാണ്. ഒരൊറ്റ സീറ്റ് പോലും 16 സീറ്റുകളിൽ ഒരെണ്ണം പോലും LDFന് കിട്ടിയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? പലയിടങ്ങളിലും അതായത് CPM ജയിക്കേണ്ടിയിരുന്ന മണ്ഡലങ്ങളിൽ പോലും ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ട് വളരെ കൃത്യമായി തന്നെ UDFനെ വിജയിപ്പിച്ചെടുക്കാൻ ഈ പറയുന്ന മുസ്ലിം ലീഗിന് സാധിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ 5 മന്ത്രിമാരും
അതോടൊപ്പം ഒരു ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാനവും ചോദിച്ചു കഴിഞ്ഞാലും അത് അധികപ്പറ്റാവില്ല എന്ന് നമ്മൾ കാണേണ്ടി വരും. പക്ഷേ ഇത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മറ്റൊരു തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ട്. വേറൊരു തരത്തിലുള്ള ഒരു വലിയ ഒരു മാറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. ശരിക്കും ഇവിടെ ഈ പറയുന്ന പോലെ ഇവിടെ കേരളത്തിൽ എന്തൊക്കെയോ എന്ത് സംഭവിക്കും, അതിങ്ങനെ ഈ പറയുന്ന ഒരു പരിപ്രേക്ഷ്യത്തിലൂടെ നോക്കിക്കാണണോ എന്നൊക്കെ നമുക്ക് ചിലപ്പോഴൊക്കെ മതേതരവാദികൾ എന്നുള്ള നിലയിൽ സംശയിക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് ഏറെക്കുറെ നമ്മൾ ഈ കഴിഞ്ഞുപോയ വെള്ളമുണ്ടയിലൊക്കെ ഉണ്ടായ സംഭവ വികാസങ്ങൾ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ രീതിയിൽ പിന്നെ മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾ കൊണ്ടും മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാമാണ്യത്വം കൊണ്ടുമാണ് ഇത്തവണ ഇത്രയും സീറ്റിൽ വിജയിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞത്. അതിൽ അവരുടെ സ്ട്രൈക്ക് റേറ്റും കൂടുതലാണ്. 22 MLA-മാരെ അവർക്ക് നിയമസഭയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു, വിജയിപ്പിക്കാൻ കഴിഞ്ഞു. അത് വലിയ കാര്യം തന്നെയാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഈ രീതിയിൽ ന്യൂനപക്ഷ ഏകീകരണത്തിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗിനെ ഉപയോഗിക്കുകയും ചെയ്തു. പിന്നെ അതോടൊപ്പം നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു കാരണം കൂടി അവർക്ക് അവകാശപ്പെടാനുണ്ട്. 4 മന്ത്രിമാരും ഒരു ക്യാബിനറ്റ് പദവി, അതായത് 5 ക്യാബിനറ്റ് മന്ത്രിമാരായിരുന്നു ഉമ്മൻചാണ്ടിയുടെ സർക്കാരിലുണ്ടായിരുന്നത്. 5 ക്യാബിനറ്റ് മന്ത്രിമാർ, 5 മന്ത്രിമാർ ഉമ്മൻചാണ്ടി അവർക്ക് അനുവദിച്ച് നൽകിയിരുന്നു. അപ്പം കഴിഞ്ഞുപോയ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ കിട്ടിയ സീറ്റിനേക്കാൾ കൂടുതൽ ഇത്തവണ അവർക്ക് സീറ്റ് പിടിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പിന്നെ ഇത്തവണ അവർക്ക് കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ അവർക്ക് 5 എണ്ണം കിട്ടിയിരുന്നു മന്ത്രിസ്ഥാനം. ഇത്തവണ അവർ 5 ചോദിക്കുന്നു, +1 6 ക്യാബിനറ്റ് സ്ഥാനം. തെറ്റില്ല എന്ന് നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ ഒന്ന് യു ഡി എഫിൻ്റെ വിജയശില്പികളായി മാറിയിരിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതോടൊപ്പം കഴിഞ്ഞ മന്ത്രിസഭയിൽ 5 ക്യാബിനറ്റ് മന്ത്രിമാരെ ആയിരുന്നു ഉമ്മൻചാണ്ടി നൽകിയിരുന്നത്. ഇത്തവണ കഴിഞ്ഞ തവണ വിജയിച്ചതിനേക്കാൾ കൂടുതലായി ആൾക്കാരെ നിയമസഭയിലേക്ക് എത്തിക്കാനും മുസ്ലിം ലീഗ് പോലെയൊരു പാർട്ടിക്ക് കഴിഞ്ഞു. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ലീഗ് ആവശ്യപ്പെടുന്ന സീറ്റ് ലഭിക്കണമെന്നുള്ള അവരുടെ ആവശ്യം ന്യായമാണ് എന്ന് നമുക്ക് കാണേണ്ടി വരും. എന്നാൽ ചിലപ്പോൾ വകുപ്പുകളിൽ മാത്രമാണ് നമുക്ക് ചിലപ്പോൾ ചില സംശയങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വരുന്നത്. അവർക്ക് ഇത്രയും സുപ്രധാനമായ വകുപ്പുകൾ നൽകേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അതായത് വിദ്യാഭ്യാസം പോലെയുള്ളൊരു വകുപ്പ് കാലാകാലങ്ങളായി മുസ്ലിം ലീഗ് തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. അതിൻ്റേതായ എല്ലാ പോരായ്മകളും 2016 വരെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുപോയതുമാണ്. അതായത് അനാവശ്യമായി വിദ്യാഭ്യാസ വകുപ്പിനെ മുസ്ലിം ലീഗിലേക്ക് ഏൽപ്പിക്കുന്നത് മൂലം ഇവിടെ അതായത് ഭൂരിപക്ഷ സമുദായത്തിനുണ്ടാകാവുന്ന പ്രശ്നങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും എന്തുകൊണ്ടാണ് മനസ്സിലാക്കാതെ പോകുന്നത് ഈ മാറി വരുന്ന അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേതൃത്വം എന്ന് മാത്രമാണ് നമുക്കാർക്കും മനസ്സിലാകാത്തത്. വിദ്യാഭ്യാസം പോലെയുള്ളൊരു വകുപ്പ് ശരിക്കും അതിൽ യു ഡി എഫിൻ്റെ നേതൃത്വ പദവിയിലിരിക്കുന്ന കോൺഗ്രസ് അല്ലേ ശരിക്കും ഏറ്റെടുത്ത് മുന്നിട്ട് കൊണ്ടു നടക്കേണ്ടത്? പക്ഷേ അവരതിന് മുതിരുന്നില്ല. എന്താണ് കാരണം എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ അതോടൊപ്പം നോക്കുകയുള്ളൂ പി ഡബ്ല്യു ഡിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2016 നമുക്ക് പാലാരിവട്ടം പാലമുണ്ടായത്. ഇബ്രാഹിം കുഞ്ഞ് എന്ന് പറയുന്ന ഒരു നേതാവ് അവിടെ, അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അവിടെ പാലം കിട്ടിയിരുന്നു. പിന്നീട് ആ പാലം പൊളിക്കേണ്ട ഗതികേടുണ്ടായി. ആ ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനായ അബ്ദുൽ ഗഫൂറിനെയാണ് ഇത്തവണ PWD മന്ത്രി എന്നുള്ള നിലയിലേക്ക് ചാർട്ട് ചെയ്ത് കൊടുത്തുവിട്ടിരിക്കുന്നത്. അപ്പോഴും നമ്മളവിടെ ചില കാര്യങ്ങൾ മാനിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ തീർച്ചയായും ഇങ്ങനെ നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ മുസ്ലിം ലീഗ് കൃത്യമായി വകുപ്പുകൾ അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ട് വകുപ്പുകളെല്ലാം കൃത്യമായി നോട്ടീസ് ചെയ്ത് ഇന്ന ആൾക്കാർക്ക് ഇന്ന വകുപ്പ് എന്ന് വരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നേതൃത്വത്തിൻ്റെ മുന്നിലേക്ക് വിലപേശലിനായിട്ട് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ആ വിലപേശൽ അംഗീകരിച്ചു കൊടുത്തേ മതിയാകൂ എന്നുള്ളതാണ് കാലാകാലങ്ങളായി ലീഗിൽ യു ഡി എഫിന് ഉള്ള ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ യു ഡി എഫിനുള്ളിൽ ലീഗിനുള്ള ഒരു പ്രാധാന്യം അറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഈ സമ്മർദ്ദം ശക്തമാകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ എന്തായിരുന്നാലും അവർ പിന്തുണ പിൻവലിച്ചുകൊണ്ട് അവർ പോകാനുള്ള യാതൊരു സാധ്യത നിലവിലില്ല. കാര്യം ഇനിയും പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ അവർക്ക് പോകാനൊരു ഇടമില്ല എന്നുള്ളതാണ്. പോയിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ പിന്നെ KM ഷാജിയെ അതിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നത്, മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി നിർത്തുന്നത് എന്ത് തന്നെയാണെങ്കിലും അഭികാമ്യമായ കാര്യമാണ്. തന്നെയുമല്ല KM ഷാജിയെ പോലെ ഒരാൾ മന്ത്രിസഭയിൽ അത്രയും തീവ്ര നിലപാടുകളുള്ള ഒരാൾ ഒരിക്കലും മന്ത്രിസഭയിൽ ഉണ്ടാകാനും പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.